ജീസസ് ക്രൈസ്റ്റ്. പുള്ളി എങ്ങനെ മരിച്ചേ? കള്ളനാക്കപ്പെട്ടു, വൃത്തികെട്ടവനാക്കപ്പെട്ടു, കുരിശിൽ കയറ്റി ചാട്ടവാറിനടിച്ച് കുന്തത്തിന് കുത്തി തല്ലിക്കൊന്നു. ഓക്കെ, സ്പിരിച്വലായിട്ട് നിൽക്കുന്ന ഏതൊരു വ്യക്തിയും മര്യാദയ്ക്ക് മരിച്ചിട്ടുള്ളത്? പുണ്യാളന്മാർ, ക്രിസ്ത്യാനിറ്റിയിൽ പുണ്യാളന്മാർ എടുത്തോ, അവരെങ്ങനെ മരിച്ചിട്ടുള്ളത്? ഇനി അതല്ല വേണ്ട, ഓരോ ആളുകളും എങ്ങനെ മരിച്ചിട്ടുള്ളത്? മരിക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം ഞാൻ ദൈവത്തിന് എന്നാണോ കൊടുക്കാൻ പറ്റുന്നത്, കാരണം അത് ആ ശരീരം തന്നെ എനിക്ക് ദൈവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടി നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഈ ശരീരം എനിക്ക് ആവശ്യമില്ല, നീ എടുത്തോ എന്ന് പറഞ്ഞ് നിൽക്കുന്നതാണ് എൻ്റെ സ്പിരിച്വാലിറ്റി. അങ്ങനെ നിന്ന മനുഷ്യരാണ്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ജീസസ് ക്രൈസ്റ്റ്. എൻ്റെ ശരീരമല്ല ഞാൻ, ശരീരമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന ഞാൻ. മനസ്സിലാകുന്നില്ല? എൻ്റെ ശരീരത്തിന് 100 ആവശ്യങ്ങളുണ്ട്, അത് ഞാൻ നടത്തും, പക്ഷേ എൻ്റെ ശരീരമല്ല ഞാൻ. ആ ബോധം വ്യത്യസ്തമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വൽ മേഖലയിൽ നിൽക്കുന്ന എല്ലാ ആളുകളുടെയും അവസാനം ശരീരത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായ അവസ്ഥയാണ്, ഏറ്റവും മോശമായ മരണമായിരിക്കും സംഭവിക്കുന്നത്. പക്ഷേ അവരുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം, ആത്മാവ് എന്ന് പറയുന്നത് ഏറ്റവും പവർഫുള്ളായിട്ടായിരിക്കും നിൽക്കുന്നത്. മനസ്സിലാവുന്നില്ല? ഇതാണ് സാധനം.